നമ്മുടെ പാന്റിനും അതുപോലെ തന്നെ കോട്ടിനൊക്കെ ഈ ഒരു രീതിയിൽ വരുന്ന ബട്ടൺ ഹോൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണോ നമുക്ക് ഹോള് വേണ്ടത് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ച് കട്ടിങ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ റൗണ്ടിൽ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കൂടുതലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായ ഒരു ഇതുപോലൊരു ഹോള് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഴ വെച്ച് നൂല് കോർത്തെടുക്കണം കേട്ടോ. 2 ഇഴയാണ് നമ്മൾ നൂലിൽ കൂടി കോർത്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2 നൂലിലാണ് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ സൂചിയുടെ മുകളിൽ കൂടി ചുറച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ കുത്തി അതിനുശേഷം സൂചിയിൽ കൂടി ഇതുപോലെ ചുറച്ചെടുത്ത് നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമ്മൾ ആ ഒരു മാർക്കിംഗ് വരുന്നില്ലേ, നമ്മുടെ സെന്റർ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു ഹോള് തുന്നാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ നമ്മൾ ഇതുപോലെ ഒരേ രീതിയിൽ തുന്നിക്കൊടുക്കുക. അതിനുശേഷം അല്പം വീതി കൂട്ടിയിട്ട് ഹെമ്മിങ് ചെയ്യുക കേട്ടോ. അതായത് ഈ ഒരു റൗണ്ട് വശമില്ലേ, ആ ഒരു റൗണ്ട് വശം നമ്മൾ ആദ്യം തുടങ്ങിയതിനേക്കാൾ അല്പം വീതി കൂട്ടിയിട്ട് വേണം അത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളത് നല്ല ഫിനിഷിങ്ങോട് കൂടി റൗണ്ടിൽ നമ്മളത് ഹെമ്മിങ് ചെയ്തെടുക്കുക. കൂടുതൽ വലിച്ച് ടൈറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആ ഒരു തുണിയില്ലേ, നമ്മുടെ തുണിയുടെ സൈഡ് വശമില്ലേ, അതൊരിക്കലും മടങ്ങി വരാൻ പാടില്ല. അത് നേരെ നമുക്ക് കിട്ടണം. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ടൈറ്റും കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഹെമ്മിങ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കേട്ടോ ഈ ഒരു റൗണ്ട് നമ്മൾ അല്പം വീതി കൂട്ടി തുന്നി അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറുതായി തുന്നിയതിനു ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് നല്ല വശത്ത് കുത്തി ഉൾവശത്തേക്ക് എടുക്കുക കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഉൾവശത്ത് ഇവിടെ 1-2 കെട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക കണ്ടോ. ചുറച്ച് കെട്ടി അതിനുശേഷം നമുക്ക് പുറത്തും അതുപോലെ തന്നെ 1-2 കെട്ടുകൾ ഇതുപോലെ കെട്ടി നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബട്ടൺ ഹോള് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ